ഈ വർഷത്തെ സോഷ്യൽ സയൻസ് സെക്കൻഡിലെ അവസാനത്തെ ചാപ്റ്ററാണ് നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ചാപ്റ്ററിൻ്റെ പേര് ടുവേർഡ്സ് സസ്റ്റൈനബിലിറ്റി. അപ്പോൾ സസ്റ്റൈനബിലിറ്റി അല്ലെങ്കിൽ സുസ്ഥിരത എന്നൊക്കെ ഉള്ള കാര്യം നമ്മൾ ഇതിനു മുന്നേ ഉള്ള പല ചാപ്റ്ററുകളിലും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ നമ്മൾ സത്യത്തിൽ എന്തിനെ പറ്റിയിട്ടാണ് പഠിക്കാൻ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരം സസ്റ്റൈനബിലിറ്റി അല്ല. നമ്മൾ മെയിനായിട്ട് ഈ ചാപ്റ്റർ പഠിക്കാൻ പോകുന്നത് റിസോഴ്സുകളെ പറ്റിയാണ്. അപ്പോൾ റിസോഴ്സുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്, റിസോഴ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്താണ്, അതിൽ നമ്മൾ മനുഷ്യന്മാർക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 1-2 പ്രധാനപ്പെട്ട റിസോഴ്സുകളെ പറ്റിയാണ് നമ്മളിവിടെ ആദ്യം പഠിക്കുന്നത്. അപ്പോൾ എന്താ സസ്റ്റൈനബിലിറ്റിയുടെ ഇമ്പോർട്ടൻസ്? ഈ പറയുന്ന റിസോഴ്സുകൾ നമ്മൾ അതിൻ്റെ മര്യാദയ്ക്ക് ഉപയോഗിച്ചില്ല എങ്കിൽ ഈ റിസോഴ്സ് എന്ത് ചെയ്യും? തീർന്നു പോകും. അതായത് നമ്മുടെ ഭാവി തലമുറയ്ക്ക് അത് കിട്ടാത്തൊരവസ്ഥ ഉണ്ടാകും. അപ്പോൾ അതൊക്കെ ഉണ്ടാകാതിരിക്കണമെങ്കിൽ നമ്മൾ റിസോഴ്സിനെ നോക്കിയും കണ്ടും വേണം എന്ത് ചെയ്യാൻ, യൂസ് ചെയ്യാൻ. അതാണ് സസ്റ്റൈനബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അങ്ങനെ നമ്മൾ ഉപയോഗിച്ചില്ലെങ്കിൽ എന്ത് പറ്റും എന്നുള്ളതിനൊരു ഉദാഹരണം പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ഈ ഒരു മനോഹരമായ ചാപ്റ്റർ എന്ത് ചെയ്യുന്നത്, സ്റ്റാർട്ട് ചെയ്യുന്നത്. പഠിക്കാൻ നല്ല രസമുള്ളൊരു ചാപ്റ്ററാണ് ടുവേർഡ്സ് സസ്റ്റൈനബിലിറ്റി. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവർ ഉറപ്പായിട്ട് ചാനൽ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട. അപ്പോൾ നമ്മൾ അവസാനത്തെ ചാപ്റ്ററിൽ എത്തിയിരിക്കുകയാണ്. ഈ ചാപ്റ്റർ തീരുന്നതോടുകൂടി നമ്മൾ എന്ത് ചെയ്യും, ആദ്യം മുതലുള്ള റിവിഷൻ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ എല്ലാവരും കൂടെ തന്നെ ഉണ്ടാവണം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ റിസോഴ്സുകളെ നേരാവണ്ണം ഉപയോഗിച്ചില്ല എങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ഈ കാണുന്ന അരാൽക്കം ഡെസേർട്ട്. അപ്പോൾ എന്താണ് ഈ അരാൽക്കം ഡെസേർട്ട്? ഈ അരാൽക്കം ഡെസേർട്ടിൽ ഈ കപ്പലിനൊക്കെ എന്താ ജോലി എന്ന് നിങ്ങൾ ചിന്തിച്ചാൽ, ഈ അരാൽക്കം ഡെസേർട്ട് എന്ന് പറയുന്നത് കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉസ്ബെക്കിസ്ഥാൻ, തുർക്കിമിനിസ്ഥാൻ, കസാഖിസ്ഥാൻ, ഈ സ്ഥാനുകളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ, പാകിസ്ഥാൻ്റെയൊക്കെ മുകളിലായിട്ട്. അതായത് ഇപ്പോൾ നമ്മളൊരു മാപ്പ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യയുടെ ഈ പറഞ്ഞ തലയുടെ ഭാഗമൊക്കെ കഴിഞ്ഞിട്ടേ മുകളിലോട്ട് വരുമ്പോൾ ഇവിടെയാണ് പാകിസ്ഥാൻ ഉള്ളതെന്നൊക്കെ അറിയാം. അതൊക്കെ കഴിഞ്ഞ് മുകളിലോട്ട് വരുന്ന നമ്മുടെ USSR, പഴയ USSRന് ഓർമ്മയില്ലേ, നമ്മൾ ലോകമഹായുദ്ധമൊക്കെ പഠിച്ചപ്പോൾ USSR, ഈ USSRൻ്റെയൊക്കെ ഭാഗമായിരുന്ന രാജ്യമായിരുന്നു ഈ പറഞ്ഞ ഉസ്ബെക്കിസ്ഥാനും കസാഖിസ്ഥാനും തുർക്കിമിനിസ്ഥാനും. അപ്പോൾ ഇതിലെല്ലായിടത്തുമായിട്ട് ഇങ്ങനെ പരന്ന് നിവർന്ന് കിടന്നിരുന്ന ഒരു തടാകം ഉണ്ടായിരുന്നു. ആ തടാകത്തിൻ്റെ പേരാണ് അരാൽ സീ. എന്താണ്? അരാൽ സീ. ഈ പറയുന്ന അരാൽ സീയായി കാണുന്ന ഇന്നത്തെ എന്താണ് അരാൽക്കം ഡെസേർട്ട് എന്ന് പറയുന്നു. അപ്പോൾ എന്താ സംഭവിച്ചത്? 1960-കൾ വരെ ഇന്ത്യയിലെ ലോകത്തിലെ ഏറ്റവും വലിയ 4ാമത്തെ തടാകങ്ങളിലൊന്നായിരുന്ന ഈ ഒരു തടാകം എത്ര പെട്ടെന്നാണ് ഇങ്ങനെ ഇല്ലാണ്ടായി പോയത്? അപ്പോൾ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് ആരെന്ന് ചോദിച്ചാൽ നമ്മൾ മനുഷ്യന്മാർ തന്നെയാണ്. പ്രത്യേകിച്ച് USSRൻ്റെ USSR ഒരു പരീക്ഷണശാല തന്നെയായിരുന്നു ഈ കസാഖിസ്ഥാൻ, തുർക്കിമിനിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ മേഖല എന്ന് പറയുന്നത്. പോപ്പുലേഷൻ കുറഞ്ഞ എന്നാൽ നിവർന്ന് നീണ്ടു കിടക്കുന്ന ഒരു വലിയ വിശാലമായ സ്ഥലമായിരുന്നു ഇത്. അപ്പോൾ ഇവിടെ പല റിസർച്ച് കാര്യങ്ങളും അതുപോലെ അമിതമായ കൃഷിയും നടന്നു. അപ്പോൾ എന്ത് അമിതമായി കഴിഞ്ഞാൽ ദോഷമാണ്. അതായത് കൃഷി ഇവിടെ നടന്നു, കോട്ടൺ കൾട്ടിവേഷൻ ആയിരുന്നു പ്രധാനമായിട്ടുണ്ടായിരുന്നത്. ഈ കോട്ടൺ കൾട്ടിവേഷൻ കൂടി വന്നു. അതുപോലെ തന്നെ പല റിസർച്ച് പർപ്പസുകൾ, ഡിഫൻസ്, ന്യൂക്ലിയർ ടെസ്റ്റിങ്, ഇതിനൊക്കെ വേണ്ടിയിട്ട് ഇവിടെയുള്ള വെള്ളവും മറ്റു കാര്യങ്ങളും, അതായത് ഈ പറയുന്ന ഈ അരാൽ സീയിലോട്ട് വെള്ളം കൊണ്ടുവന്ന 2 പ്രധാനപ്പെട്ട നദിയാണ് അമു ദാരിയ ആൻഡ് സിർ ദാരിയ എന്ന് പറയുന്ന 2 നദികളാണ്. ഉച്ചാരണം കറക്റ്റ് ആണെന്ന് തോന്നുന്നു, തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഈ 2 നദികളാണ് ഇങ്ങോട്ട് വെള്ളം കൊണ്ടുവന്നുകൊണ്ടിരുന്നത്. ഈ നദികൾ പലപ്പോഴും പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവർ എന്ത് ചെയ്തു, ഡൈവേർട്ട് ചെയ്ത് വിട്ടു. അതായത് വഴി തിരിച്ചു വിട്ടപ്പോൾ എന്ത് പറ്റി? ഈ നദിയിലേക്ക് വെള്ളം വരാണ്ടായി. അപ്പോൾ എന്ത് പറ്റി? പതിയെ നദി നശിക്കാൻ തുടങ്ങി. മറ്റു പല പരീക്ഷണങ്ങളും അതുപോലെ തന്നെ കെമിക്കൽ ഫെർട്ടിലൈസറുകളുടെ ഉപയോഗവും കാരണം ഇതിനു ചുറ്റും ഉണ്ടായിരുന്ന മനോഹരമായിട്ടുള്ള പച്ചപ്പും അതുപോലെ ഇവിടുത്തെ എക്കോസിസ്റ്റവും നശിച്ച് ഇന്ന് അരാൽ സീ എന്ന് പറയുന്ന തടാകം ഒരു മരുഭൂമിയായിട്ട് മാറിയിരിക്കുകയാണ്. ആദ്യം ഉണ്ടായിരുന്നതിന് 10-1 വലിപ്പം പോലും ഇന്ന് ഈ പറയുന്ന നദിക്ക് അല്ലെങ്കിൽ ഈ തടാകത്തിന് ഇല്ല. സോ വിച്ച് ഷോസ് അമിതമായി നമ്മൾ എന്തിനെങ്കിലും ഉപയോഗിച്ചാൽ അത് നശിച്ച് പോകും. അപ്പോൾ നമ്മൾ ഒരു വസ്തുവിനെയും നമ്മൾ എന്ത് ചെയ്യരുത്, അമിതമായിട്ടൊന്നും ഉപയോഗിക്കരുത്. അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ബിക്കം ആൻ എൻവയോൺമെന്റൽ ഡിസാസ്റ്റർ റൈസസ് മെനി ക്വസ്റ്റ്യൻസ് ബിഫോർ us. Its transformation reminds us of the need to avoid the unscientific exploration of the earth resources and highlight the importance of sustainable resource management. കണ്ടോ, സസ്റ്റൈനബിൾ ആയ റിസോഴ്സുകളെ മാനേജ് ചെയ്തില്ല എങ്കിൽ ഇങ്ങനെ സംഭവിക്കും. സോ സസ്റ്റനൻസ് ഓഫ് ലൈഫ് ഓൺ എർത്ത്, നമ്മുടെ ഭൂമിയിൽ ജീവൻ ഇങ്ങനെ നിലനിർന്നൊക്കെ പോകണമെങ്കിൽ നമ്മൾ കുറച്ച് നോക്കിയും കണ്ടുമൊക്കെ വേണം എന്ത് ചെയ്യാൻ, റിസോഴ്സുകളെ ഉപയോഗിക്കാനെന്ന് മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് റിസോഴ്സ്. അത് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ഈ ചാപ്റ്ററിൻ്റെ ആക്ച്വൽ ടോപ്പിക് സ്റ്റാർട്ട് ചെയ്യുന്നത്. വാട്ട് ഈസ് മെൻ ബൈ റിസോഴ്സ്? നമ്മുടെ ചുറ്റും നോക്കിയാൽ നമ്മുടെ ആവശ്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഏതൊരു വസ്തുവിനെയും നമുക്ക് എന്ത് വിളിക്കാം? റിസോഴ്സ് എന്ന് വിളിക്കാം. So a resource is anything that satisfies human needs, അല്ലെ?
അത് മനുഷ്യൻ്റെ ആവശ്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യുന്ന എന്തോ ആകണം. പക്ഷേ 2 കണ്ടീഷൻസ് ഉണ്ട്. അതൊന്ന്, ഇത് ടെക്നോളജിക്കലി ഫീസിബിൾ ആയിരിക്കണം, കൾച്ചറലി അക്സെപ്റ്റബിളും ആയിരിക്കണം. എന്തോ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ഈ പറയുന്ന നിലവിലുള്ള ടെക്നോളജി കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്നതുമായിരിക്കണം, അതുപോലെ തന്നെ അത് കൾച്ചറലി അക്സെപ്റ്റബിളും ആയിരിക്കണം. അതായത് ഇപ്പോൾ ചില ലഹരി വസ്തുക്കൾ, ലഹരി ഉപയോഗിക്കുന്ന ആൾക്ക് അത് റിസോഴ്സാണ് എന്ന് പറഞ്ഞ് നമുക്ക് അതിന് റിസോഴ്സായിട്ട് കണക്കാക്കാൻ പറ്റൂ. ഫോർ എക്സാമ്പിൾ, ഈ പറഞ്ഞ ഒരു ചെടി ഉണ്ടല്ലോ, ആ ചെടി അല്ലേ, നമ്മൾ പല പേരുകളൊക്കെ പറയും. ഈ ചെടിയൊക്കെ ഉണക്കിയിട്ട് പല ബീഡിയിലും സിഗരറ്റിലും ഒക്കെ വെച്ച് ആൾക്കാർ പുകച്ച് കളയാറുണ്ട്. അതിനൊരു പേരുണ്ട്, എന്താണെന്നറിയാമല്ലോ അല്ലേ. ഈ സാധനത്തിന് റിസോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സമ്മതിച്ചു കൊടുക്കാൻ പറ്റൂ? ഇല്ലല്ലോ. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഒരു സിമ്പിൾ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പോൾ റിസോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? മനുഷ്യൻ്റെ ആവശ്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യുന്ന വസ്തുക്കളെ നമുക്ക് റിസോഴ്സ് എന്ന് വിളിക്കാം. അത് പ്രകൃതിയിൽ നിന്ന് ഉണ്ടാകുന്നതാണ്, അല്ലെങ്കിൽ പ്രകൃതി വിഭവങ്ങൾ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, അതാണ് റിസോഴ്സുകൾ എന്ന് പറയുന്നത്. അത് ജീവനുള്ളതുണ്ട്, ജീവനില്ലാത്തതുണ്ട്, പല തരത്തിലും ഉണ്ട്. 2 കണ്ടീഷൻസ് ഉണ്ട്. അത് ടെക്നോളജിക്കലി ഫീസിബിൾ ആയിരിക്കണം, അതായത് നിലവിലുള്ള ടെക്നോളജികൾ കൊണ്ട് നമുക്കത് ഉപയോഗിക്കാൻ സാധിക്കണം. അതുപോലെ തന്നെ എന്തായിരിക്കണം? കൾച്ചറലി അക്സെപ്റ്റബിളും ആയിരിക്കണം. ഫസ്റ്റ് പോയിന്റ് ഈ ചാപ്റ്ററിൽ പഠിച്ചല്ലോ. അപ്പോൾ എന്താണ് റിസോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിത്തിങ് ദാറ്റ് സാറ്റിസ്ഫൈസ് ഹ്യൂമൻ നീഡ്സ്. മനുഷ്യൻ്റെ ആവശ്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യണം, നാച്ചുറലി അത് ഉണ്ടാകുന്നതായിരിക്കണം, അത് ടെക്നോളജിക്കലി ഫീസിബിളും കൾച്ചറലി അക്സെപ്റ്റബിളും ആയിരിക്കണമെങ്കിൽ നമുക്കതിനെ എന്ത് വിളിക്കാം? റിസോഴ്സുകളെന്ന് വിളിക്കാം. അപ്പോൾ ഈ റിസോഴ്സ് എന്ന് പറയുന്നത് ഉണ്ടാകുന്നതും അത് നിലനിന്ന് പോകുന്നതിനും ഒക്കെ പിന്നിൽ ആരുണ്ട്? മനുഷ്യന്മാരുടെ ഇടപെടലുണ്ട്. അതായത് റിസോഴ്സസ് എന്ന് പറയുന്നത് ഫ്രീ ഗിഫ്റ്റ് ഓഫ് നേച്ചർ ആയിട്ടൊന്നും നമുക്ക് കണക്കാക്കാൻ പറ്റത്തില്ല. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഉപയോഗിക്കുന്ന പല സാധനങ്ങളും നമ്മൾ ഉപയോഗിച്ച് തുടങ്ങിയത് മനുഷ്യരാകുന്ന നമ്മൾ അല്ലെ, അത് റിസോഴ്സായിട്ട് മാറുന്ന എപ്പോഴാണ്? മനുഷ്യരാകുന്ന നമ്മൾ നമ്മുടെ നിലവിലുള്ള അന്നത്തെ അല്ലെങ്കിൽ ഇന്നത്തെ ടെക്നോളജി ഉപയോഗിച്ച് അത് ഉപയോഗിക്കുമ്പോഴാണ് അത് യൂസ്ഫുൾ ആയിട്ട് മാറുന്നത്. ഒരു ഉദാഹരണം പറയട്ടെ. പെട്രോളിയം എന്ന് പറയുന്നൊരു സാധനമേ, ഈ പറഞ്ഞ പെട്രോളിയം മനുഷ്യരാശിയുടെ തുടങ്ങിയ കാലം മുതൽ തന്നെ ഇവിടെയുണ്ട്, മണ്ണിനടിയിലുണ്ട്. പക്ഷേ അത് റിസോഴ്സായിട്ട് മാറിയത് എപ്പോഴാണ്? നമ്മൾ ഈ പറഞ്ഞ പെട്രോളിയം ഖനനം ചെയ്തെടുത്തിട്ട് ഈ പറയുന്ന പെട്രോളിയം ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ പറഞ്ഞ എഞ്ചിനും ഒക്കെ പ്രവർത്തിക്കാൻ പറ്റുമെന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷമല്ലേ അത് റിസോഴ്സായിട്ട് മാറിയത്. അപ്പോൾ റിസോഴ്സസ് ഫോം ചെയ്യുന്നത് എങ്ങനെയാണ്? മനുഷ്യരുടെ എഫേർട്ടിലൂടെയാണ്. അതുകൊണ്ട് മനുഷ്യരെന്ന് പറയുന്നത് റിസോഴ്സിൻ്റെ ഫോർമേഷന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വസ്തുവാണ്. അതായത് മനുഷ്യനുണ്ടെങ്കിൽ റിസോഴ്സുകളുള്ളൂ. നമ്മളാണ് നമ്മുടെ ചുറ്റും അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയലുകളെ കൺവേർട്ട് ചെയ്ത് റിസോഴ്സുകളാക്കി മാറ്റി നമ്മുടെ ആവശ്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യുന്നത്. പെട്രോളിയത്തിൻ്റെ എക്സാമ്പിൾ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിശ്വസിക്കുന്നു അല്ലേ. പെട്രോളിയം എന്ന് പറയുന്ന സാധനം ആദ്യമ മനുഷ്യൻ്റെ കയ്യിലാണ് കിട്ടിയിരുന്നെങ്കിൽ അവർ പറഞ്ഞതിനെ നാറുന്ന ഒരു വൃത്തികെട്ട സാധനം, അല്ലാതെ അത് കത്തുമെന്നോ അതിനെ റിഫൈൻ ചെയ്തെടുത്ത് പെട്രോളിയവും ഡീസലും ഒക്കെ ഉണ്ടാക്കാമെന്നോ അതോ ചൈസ എഞ്ചിൻ പ്രവർത്തിപ്പിക്കാമെന്നോ ഒന്നും അവരുടെ ഉള്ളവർക്കൊന്നും അറിയില്ലായിരുന്നല്ലോ. അപ്പോൾ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. റിസോഴ്സ് എന്ന് പറയുന്നത് യൂസ്ഫുൾ ആവുന്നത് മനുഷ്യൻ്റെ എഫേർട്ടിലൂടെ ആണ്. സോ റിസോഴ്സസ് ആർ നോട്ട് ഫ്രീ ഗിഫ്റ്റ് ഓഫ് നേച്ചർ. ഗിഫ്റ്റ് തന്നെയാണ്, പക്ഷേ അത് ഫ്രീ ഗിഫ്റ്റ് ഒന്നുമല്ല, മനുഷ്യൻ്റെ എഫേർട്ടും അതിൻ്റെ പുറകിലുണ്ട് എന്ന് മനസ്സിലാക്കുക. ഇനി മനുഷ്യൻ എന്ന് പറയുന്നത് മറ്റൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം റിസോഴ്സ് ആണോ? തീർച്ചയായിട്ടുമാണ്. നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് എന്നൊരു വാക്ക് തന്നെ അവിടെ ഉപയോഗിക്കാറില്ലേ? എന്തുകൊണ്ടാണ് നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് എന്ന് ഉപയോഗിക്കുന്നത്? ഇപ്പോൾ ഒരു ഡോക്ടർ, ഇപ്പോൾ എന്നെക്കൊണ്ട് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നു, എന്നെക്കൊണ്ട് നിങ്ങൾക്ക് ഉപയോഗം ഉണ്ടോ ഇല്ലേ? ഉണ്ടല്ലോ. അപ്പം ഞാൻ നിങ്ങൾക്ക് റിസോഴ്സ് ആണോ? ആണ്. ഞാനെന്നല്ല, ഈ പറഞ്ഞ ഇൻ്റർനെറ്റ് ഉണ്ടാക്കിയത് ഏതോ മനുഷ്യനല്ലേ? അതുകൊണ്ടല്ലേ നമുക്കിങ്ങനെ ക്ലാസ് എടുക്കാൻ പറ്റുന്നത്, കാണാനും ഒക്കെ പറ്റുന്നത്. അപ്പോൾ ഇതുപോലെ മനുഷ്യർക്കും ഉപയോഗപ്രദമായിട്ട് മാറും. സോ മനുഷ്യനും എന്താണ്? ഒരു റിസോഴ്സാണ്. So humans can be considered as a resource because they create and develop resources using their abilities, skills and technology. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് നമ്മളിവിടെ ആദ്യം പഠിക്കുന്നത്. കിട്ടിക്കാണുമെന്ന് വിശ്വസിക്കുന്നു. റിസോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? മനുഷ്യൻ്റെ ആവശ്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യുന്ന വസ്തുക്കളായാണ്. പക്ഷേ എല്ലാത്തിനെയും അങ്ങ് പറയാൻ പറ്റത്തില്ല. അത് നേച്ചറിൽ ഉണ്ടാകുന്നതായിരിക്കണം. അതോടൊപ്പം തന്നെ അത് ടെക്നോളജിക്കലി ഫീസിബിളും കൾച്ചറലി അക്സെപ്റ്റബിളും ആയിരിക്കണം. അങ്ങനെയുള്ള എന്ത് വസ്തുവും റിസോഴ്സായിട്ട് മാറുന്നതിന് പിന്നിൽ മനുഷ്യരുടെ എഫേർട്ട് ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. മനുഷ്യൻ ഉപയോഗം കണ്ടെത്തിയത് കൊണ്ടാണ് അത് റിസോഴ്സായിട്ട് മാറിയത്, അല്ലെങ്കിൽ അതൊരു കാലത്തും റിസോഴ്സായിട്ട് മാറത്തില്ലായിരുന്നു. അപ്പം നമ്മളുടെ എഫേർട്ടും അതിലുണ്ട്. അത് പറയുമ്പോൾ നമ്മൾ മനുഷ്യരെ വിട്ടുപോകരുത്. മനുഷ്യനും എന്ത് തന്നെയാണ് മറ്റൊരു മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം റിസോഴ്സാണ്. കാരണം നമ്മൾ നമ്മുടെ കഴിവുകൾ ഉപയോഗിക്കുന്നു, അതിലൂടെ ഗുണങ്ങൾ ഉണ്ടാകുന്നു. അപ്പം നിങ്ങൾ ചോദിക്കും, എന്നാൽ പിന്നെ എന്താ ഈ റിസോഴ്സ്? ഇത് കുറേ നേരം ആയല്ലോ പറയുന്നു, എന്തൊക്കെ അതിനകത്ത് വരുന്നത്? എടാ, നിങ്ങളുടെ ചുറ്റും ഒന്ന് നോക്കിയേ, നിങ്ങളുടെ ചുറ്റും കാണുന്ന നിങ്ങൾക്ക് ഉപയോഗമുള്ള എല്ലാ വസ്തുക്കളും റിസോഴ്സ് തന്നെയാണ്. അപ്പോൾ റിസോഴ്സ് ഒരുപാട് തരത്തിലുണ്ട്. അപ്പോൾ ഒരുപാട് തരത്തിലുണ്ടെങ്കിൽ നമുക്കതിനെ എന്ത് ചെയ്യേണ്ടി വരും? ക്ലാസിഫൈ ചെയ്യേണ്ടതായിട്ട് വരും. സോ റിസോഴ്സുകൾ നമുക്ക് പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റും. അതിൽ ഏറ്റവും സിമ്പിൾ രീതി നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചതാണ്. നാച്ചുറലും മാൻമെയ്ഡും അല്ലേ. പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നത് മരങ്ങൾ, മൃഗങ്ങൾ, ചെടികൾ, അതുപോലെ തന്നെ പെട്രോള്, മിനറൽസ്, അതുപോലത്തെ സാധനങ്ങൾക്ക് നാച്ചുറൽ. എന്നാൽ സിമെൻറ്റ്, ഒരു ഉദാഹരണം പറയുകയാണ്, സിമെൻറ്റ്
അത് പ്രകൃതിയിൽ സ്വന്തമായിട്ട് ഉണ്ടായതാണോ? അല്ലല്ലോ. ഈ കാണുന്ന തുണി ഉണ്ടായതാണോ? അല്ലല്ലോ. അത് മനുഷ്യൻ നിർമ്മിച്ചതല്ലേ. അപ്പോൾ മാൻ മെയ്ഡും നാച്ചുറലും. അപ്പോൾ നമുക്ക് പക്ഷേ നമ്മളത് ചെറിയ ക്ലാസ്സിൽ പഠിച്ചതാണ്. നമ്മൾ ഇനി വലിയ ക്ലാസ്സിലായല്ലോ. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി എന്ത് ചെയ്യും, ഡീപ്പായിട്ട് പഠിക്കും. അതായത് റിസോഴ്സിനെ നമുക്ക് പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. എങ്ങനെയൊക്കെ? അത് എവിടെ നിന്നുണ്ടായി, ഒറിജിൻ. അതിന് റിന്യൂവബിലിറ്റി എന്ന് വെച്ചാൽ നമുക്കത് വീണ്ടും വീണ്ടും ഉപയോഗിക്കാൻ പറ്റുമോ, ഉപയോഗിക്കുമ്പോൾ തീർന്നു പോകൂ ഇല്ലേ എന്നുള്ളത്. അതിൻ്റെ ഓണർഷിപ്പ് ആരുടെ ഉടമസ്ഥതയിലാണ്, അത് എത്രത്തോളം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റേറ്റ് ഓഫ് ഡെവലപ്മെൻറ്റ് പെട്ടെന്ന് കേൾക്കുമ്പോൾ പിടികിട്ടത്തില്ല, നമുക്ക് പഠിക്കാം. അപ്പോൾ റിസോഴ്സുകൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പല രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. കാരണം ഒരുപാടുണ്ടല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ തരംതിരിക്കണം. എങ്ങനെയൊക്കെ തരംതിരിക്കുന്നത്? ഒറിജിൻ വെച്ചിട്ട്, റിന്യൂവബിലിറ്റി വെച്ചിട്ട്, ഓണർഷിപ്പ് വെച്ചിട്ട്, സ്റ്റേറ്റ് ഓഫ് ഡെവലപ്മെൻറ്റ് വെച്ചിട്ട്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഈ ഒരു കാര്യമായിരിക്കും വിശദമായിട്ട് എന്ത് ചെയ്യാൻ പോകുന്നത്, പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതുവരെ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. 3 പോയിന്റ് നമ്മൾ പ്രധാനമായിട്ട് പഠിച്ചുള്ളൂ. ഒന്ന്, മനുഷ്യൻ്റെ ആവശ്യങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യുന്ന വസ്തുക്കളാണ് റിസോഴ്സുകൾ. റിസോഴ്സുകൾ ഉണ്ടാകുന്നതിന് പിന്നിൽ മനുഷ്യൻ്റെ എഫേർട്ട് ഉണ്ട്. മനുഷ്യന് ഉപയോഗമുള്ളത് കൊണ്ടാണ് ഒരു വസ്തു റിസോഴ്സായിട്ട് മാറുന്നത്. മാത്രമല്ല മനുഷ്യന് തന്നെ റിസോഴ്സാണ്. അതിനാണ് ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള റിസോഴ്സുകളെ നമുക്ക് നാച്ചുറലും മാൻമെയ്ഡുമായിട്ട് തിരിക്കാം. എങ്കിലും പ്രധാനമായിട്ടും നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ ചെയ്യുന്നത് ഒറിജിൻ, റിന്യൂവബിലിറ്റി, ഓണർഷിപ്പ് ആൻഡ് സ്റ്റേറ്റ് ഓഫ് ഡെവലപ്മെൻറ്റ് വെച്ചിട്ടാണ്. അത് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നതാണ്. നമ്മുടെ റിസോഴ്സുകളെ ഒറിജിനുമായി ബന്ധപ്പെടുത്തി, കാരണം ഇതൊന്ന് നോക്കിയിട്ട് അതിലോട്ട് പോകാമല്ലോ. ഒറിജിനുമായി ബന്ധപ്പെടുത്തി നമുക്ക് റിസോഴ്സിനെ രണ്ടായി തിരിക്കാം, ബയോട്ടിക്, അബയോട്ടിക്. റിന്യൂവബിലിറ്റി വെച്ചിട്ട് നമുക്ക് റിസോഴ്സിനെ രണ്ടായിട്ട് തിരിക്കാം, റിന്യൂവബിളും നോൺ റിന്യൂവബിളും. ഓണർഷിപ്പ് വെച്ച് നമുക്ക് റിസോഴ്സിനെ 4ആയിട്ട് തിരിക്കാം, ഇൻഡിവിജ്വൽ, കമ്മ്യൂണിറ്റി, നാഷണൽ, ഇൻ്റർനാഷണൽ. സ്റ്റേറ്റ് ഓഫ് ഡെവലപ്മെൻറ്റ് വെച്ചിട്ട് 2 അല്ലെങ്കിൽ 3 തിരിക്കാം, ഒന്ന് പൊട്ടൻഷ്യൽ, ഡെവലപ്ഡ്, സ്റ്റോക്ക്. ഇതൊന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. ഓരോന്നായിട്ട് നമുക്ക് വിശദമായിട്ട് നോക്കാം. ആദ്യം വരുന്നു റിസോഴ്സസ് ബേസ്ഡ് ഓൺ ഒറിജിൻ. എവിടെ നിന്നത് രൂപപ്പെടുന്നു, എവിടെ നിന്നത് ഒറിജിൻ ചെയ്യുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തി റിസോഴ്സുകളെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം, ബയോട്ടിക് റിസോഴ്സുകളെന്നും അബയോട്ടിക് റിസോഴ്സുകളെന്നും. ബയോ എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാം ജീവനുള്ളവ, അബയോ എന്ന് പറയുമ്പോൾ തന്നെ അറിയാം ജീവനില്ലാത്തവ. അതായത് ബയോസ്ഫിയറിൻ്റെ ഭാഗമായിട്ടുള്ള ഉപയോഗപ്രദമായ വസ്തുക്കളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ബയോട്ടിക് റിസോഴ്സ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ജീവനുള്ളവ അല്ലെങ്കിൽ ജീവനുള്ളതിൽ നിന്ന് കിട്ടിയവ എന്ന് പഠിച്ചു വയ്ക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, സോ എനിത്തിങ് ദാറ്റ് ഈസ് പാർട്ട് ഓഫ് ദ ബയോസ്ഫിയർ ക്യാൻ ബി യൂസ്ഡ് ബൈ ഹ്യൂമൻസ് ആർ കോൾഡ് ബയോട്ടിക് റിസോഴ്സസ്. മനുഷ്യന്മാർ ഉപയോഗമുള്ളതാണ്. പ്ലാന്റുകൾ, അനിമൽസ്, അതുപോലെ തന്നെ നമ്മൾ ഈ പറയുന്ന ലൈഫ് സ്റ്റോക്ക് എല്ലാം ഇതിനകത്ത് എന്ത് വരും, ബയോട്ടിക് റിസോഴ്സിനകത്ത് വരും. ജീവനുള്ളവ, ജീവനുള്ളതിൽ നിന്ന് കിട്ടിയവ. എന്നാൽ നോൺ ലിവിങ് മാറ്ററുകൾ കൊണ്ട് നമ്മൾ നിർമ്മിച്ചതാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, അബയോട്ടിക് റിസോഴ്സുകൾ എന്ന് വിളിക്കുന്നത്. എന്തെന്ന് വിളിക്കുന്നത്, അബയോട്ടിക് റിസോഴ്സുകൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ റിസോഴ്സസ് ദാറ്റ് ആർ പാർട്ട് ഓഫ് ദ ബയോസ്ഫിയർ ആൻഡ് ഹാസ് ലൈഫ് ആർ കോൾഡ് ബയോട്ടിക് റിസോഴ്സസ്. ഹ്യൂമൻസ്, പ്ലാന്റ്സ്, അനിമൽസ്, ലൈഫ് സ്റ്റോക്ക്, ഫിഷറീസ് ഒക്കെ ഇതിനകത്ത് വരും. എന്നാൽ നോൺ ലിവിങ് മാറ്ററുകൾ കൊണ്ട് നിർമ്മിച്ചതാണ് അബയോട്ടിക്. പാറ, മെറ്റൽസ്, അതുപോലെ തന്നെ പല മിനറൽസ്, ഇതൊക്കെ എന്താണ്, ജീവനില്ലാത്ത വസ്തുക്കൾ കൊണ്ട് നിർമ്മിച്ചതല്ലേ. അപ്പോൾ അതാണ് അബയോട്ടിക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പ്രധാനമായിട്ടും നമ്മളുടെ നാച്ചുറൽ റിസോഴ്സുകളെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്തു പോകുന്നത് ആദ്യ ഭാഗത്ത്. അവിടെ നമ്മൾ എന്തില്ല, മാൻമെയ്ഡ് എന്ന് നമ്മൾ പറയുന്നില്ല, നാച്ചുറൽ കാര്യങ്ങളെ നോക്കുന്നുള്ളൂ. അപ്പോൾ അതിൽ നമ്മൾ നോക്കിയാൽ ജീവനുള്ളവ ബയോട്ടിക്, ജീവനില്ലാത്തവ അബയോട്ടിക്. അടുത്ത ബേസ്ഡ് ഓൺ ദെയർ റീപ്ലനിഷ്മെൻറ്റ് കപ്പാസിറ്റി. അപ്പോൾ റീപ്ലനിഷ്മെൻറ്റ് എന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ ഉപയോഗിക്കുന്നതിനനുസരിച്ച് വീണ്ടും വീണ്ടും ഉണ്ടാവുകയാണെങ്കിൽ. ഒരു ഉദാഹരണം പറയട്ടെ, നമ്മൾ നിങ്ങളുടെ വീടിൻ്റെ മുകളിലോ അല്ലെങ്കിൽ പുറത്തോ ഇറങ്ങി നിൽക്കുന്നു, കാറ്റ് കിട്ടുന്നു, കാറ്റ് ഒരു റിസോഴ്സാണ്. സൂര്യപ്രകാശം കിട്ടുന്നു, അതൊരു റിസോഴ്സാണ്. നിങ്ങൾ ഇച്ചിരി സൂര്യപ്രകാശം കൊണ്ടെന്ന് വെച്ച് സൂര്യപ്രകാശം തീർന്നു പോവുമോ? ഇല്ല. നിങ്ങൾ ഈ കാറ്റ് കുറച്ച് കൊണ്ടുവന്ന് പറഞ്ഞുകൊണ്ടോ അവിടെ ഒരു കാറ്റാടി വെച്ചത് കറക്കിയത് കൊണ്ടോ കാറ്റ് തീർന്നു പോവുമോ? ഇല്ല. അപ്പോൾ അങ്ങനെ തീർന്നു പോകാത്തവ റിന്യൂവബിൾ റിസോഴ്സ് എന്ന് പറയും. തീർന്നു പോകുന്നവയെ നമ്മൾ നോൺ റിന്യൂവബിൾ എന്നും പറയും. അപ്പോൾ റീപ്ലനിഷ്, അതായത് ഉപയോഗിക്കുന്നതനുസരിച്ച് തിരിച്ചു വരുന്നു, അല്ലെങ്കിൽ റിന്യൂവബിലിറ്റി അടിസ്ഥാനപ്പെടുത്തി നമ്മൾ റിസോഴ്സിനെ രണ്ടായിട്ട് തന്നെയാണ് തിരിച്ചിട്ടുള്ളത്, റിന്യൂവബിളും നോൺ റിന്യൂവബിളും. അതിലെന്താണ് റിന്യൂവബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കണ്ടിന്യൂസ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ അത് എന്ത് ചെയ്യുന്നു, ഫിസിക്കലോ കെമിക്കലോ പ്രോസസ്സ് കാരണം പ്രകൃതിയിൽ വീണ്ടും ഉണ്ടാകുന്നു എങ്കിൽ അത് റിന്യൂവബിൾ. സൂര്യപ്രകാശം, കാറ്റ്, ഇതൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ചില പറയുന്ന കാര്യങ്ങൾ, ഇപ്പോൾ ചെടികൾ എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ റിന്യൂവബിൾ എന്ന് പറയാം. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ചെടി നമുക്ക് വീണ്ടും വീണ്ടും നട്ടുണ്ടാക്കിയെടുക്കാൻ പറ്റുമല്ലോ, അതാണ് റിന്യൂവബിൾ എന്ന് പറയുന്നത്. മൃഗങ്ങൾ നമുക്ക് വീണ്ടും എന്ത് ചെയ്യാം, മൃഗങ്ങൾ പ്രത്യുൽപാദനത്തിലൂടെ വീണ്ടും വരുമല്ലോ, അതാണ് പറയുന്നത്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നവയോ അല്ലെങ്കിൽ നമുക്ക് ഫിസിക്കൽ കെമിക്കൽ പ്രോസസ്സിലൂടെ സ്വന്തമായിട്ടോ അല്ലെങ്കിൽ നമുക്ക് വീണ്ടും ഉണ്ടാക്കിയെടുക്കാനോ പറ്റുന്നവയാണ് റിന്യൂവബിൾ റിസോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, മെനി ഓഫ് ദം ഡു നോട്ട് ഡിമിനിഷ് ആഫ്റ്റർ ദെയർ യൂസ്. അത് ഉപയോഗത്തിനനുസരിച്ച് തീർന്നു പോകത്തില്ല, അതുകൊണ്ട് നമുക്കത് റീയൂസ് ചെയ്യാനായിട്ട് പറ്റും.
ഓക്കെ, സോ ശ്രദ്ധിക്കണം, ദീസ് റിസോഴ്സസ്, ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്, നിങ്ങൾക്ക് പല സംശയം വന്നിട്ടുണ്ടാവും, അത് മാറ്റാനാണ് ഈ പറയുന്നത്. ദീസ് റിസോഴ്സസ് ആർ കൺസിഡേർഡ് സസ്റ്റൈനബിൾ ആസ് ലോങ് as ദേ ആർ നോട്ട് ഓവർ യൂസ്ഡ്. കണ്ടോ, അതിനെ നമുക്ക് ഈ പറയുന്ന സസ്റ്റൈനബിൾ റിസോഴ്സായിട്ട് കരുതാം എപ്പോൾ, അത് ഓവർ യൂസ് ചെയ്യാത്തടത്തോളം. അതായത് ഇപ്പോൾ ഏതെങ്കിലും ഒരു മൃഗം നമുക്ക് ഉപയോഗമുള്ളത് അത് റിന്യൂവബിൾ ആണെന്ന് കരുതിയിട്ട് അതിനെ ഇങ്ങനെ വീണ്ടും ഒരു ജനറേഷൻ ഉണ്ടാക്കാൻ പോലും വിടാതെ നമ്മൾ അതിനെ എന്ത് ചെയ്തു, കൊന്നു തിന്നുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എന്ത് പറ്റും, അത് തീർന്നു പോകത്തില്ലേ? ഇപ്പോൾ മീൻ പിടിക്കുന്ന സമയത്ത് നിങ്ങൾ ട്രോളിംഗ് നിരോധനം എന്നൊക്കെ പറഞ്ഞ് വാർത്ത കേൾക്കുന്നുണ്ടായിരിക്കും. അതായത് മീനുകൾ ഈ മുട്ടയിടുന്ന ഒരു സമയം ഉണ്ടാവും. ആ സമയത്ത് നമ്മൾ ചെന്ന് മീൻ പിടിച്ചുകൊണ്ടിരുന്നാൽ മീനിനോടൊപ്പം ഈ മുട്ടകളൊന്ന് വരും. പിന്നെ എങ്ങനെ വീണ്ടും വീണ്ടും ഇവിടെ മീനുണ്ടാവുന്നത്, അത് തീർന്നു പോകത്തില്ലേ? അപ്പം അങ്ങനെ നമ്മൾ ഓവർ യൂസ് ചെയ്യരുത്. കൃത്യമായ സമയം കൊടുത്ത് മര്യാദയ്ക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവയൊക്കെ എന്തായിരിക്കും, റിന്യൂവബിൾ ആയിരിക്കും. കൺഫ്യൂഷൻ ഒന്നും വേണ്ട. റിന്യൂവബിൾ എന്ന് വെച്ചാൽ വേറൊന്നുമില്ല, അത് സ്വന്തമായിട്ട് റിന്യൂവബിൾ അല്ലെങ്കിൽ സ്വന്തമായിട്ടത് റീപ്രൊഡ്യൂസ് ചെയ്യും, അല്ലെങ്കിൽ അത് ഉപയോഗിക്കുന്നതനുസരിച്ച് തീർന്നു പോകത്തില്ല. അതായത് ദാറ്റ് ആർ കണ്ടിന്യൂസ്ലി പ്രൊഡ്യൂസ്ഡ് ആയിരിക്കണം, അല്ലെങ്കിൽ അത് ഫിസിക്കൽ കെമിക്കൽ പ്രോസസ്സിലൂടെ റീപ്ലെനിഷ് ചെയ്യും. അതുകൊണ്ട് നമുക്ക് അതിനെ റീയൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അത് നമ്മൾ ഓവർ യൂസ് ചെയ്യാത്തിടത്തോളം അത് സസ്റ്റൈനബിൾ ആയി നമുക്ക് കണക്കാക്കാനായിട്ട് പറ്റും. സൂര്യപ്രകാശം, കാറ്റ്, വെള്ളം, വനം, മൃഗങ്ങൾ ഒക്കെ ഇതിനകത്ത് വരുന്നവ ആണ്. ഉദാഹരണങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നോൺ റിന്യൂവബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ദേ ആർ ഫോംഡ് ഓവർ മില്യൻസ് ഓഫ് ഇയേഴ്സ്. അതായത് നമ്മൾ ഉപയോഗിക്കുന്നതിനനുസരിച്ച് അത് തീർന്നു പോകും. വീണ്ടും ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ ഉണ്ടാവും, പക്ഷേ അത് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വർഷങ്ങളെടുത്ത് ഉണ്ടാവുന്നതാണ്. സോ നമുക്ക് നമ്മുടെ ഒരു കാലത്ത് തിരിച്ചു കിട്ടാത്തത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യും, അതിൻ്റെ അളവ് കുറയുന്നു എന്ന് പറയാം. ഉദാഹരണം കൽക്കരി, പെട്രോളിയം, നാച്ചുറൽ ഗ്യാസ്. ഇതെല്ലാം ആലോചിച്ച് നോക്കി, ഇത് ബില്യൻസ് അല്ലെങ്കിൽ മില്യൻസ് ഓഫ് ഇയേഴ്സ് മണ്ണിനടിയിൽ പെട്ട് കിടക്കുന്ന ചെടികളോ മൃഗങ്ങളോ രൂപമാറ്റം കൊണ്ടുണ്ടാകുന്നതാണ്. അപ്പം നമ്മളിത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വീണ്ടും ഉൽപ്പാദിപ്പിക്കപ്പെടണമെന്ന് വെച്ചാൽ അത്രയും മില്യൻസ് ഓഫ് വർഷം എടുക്കും. അത്രയും കാലം മനുഷ്യരുണ്ടാകുമെന്ന് പോലും നമുക്കറിയില്ല. സോ നമ്മൾ പറയും എന്താണ്, ഉപയോഗിക്കുന്നതനുസരിച്ച് ഇത് തീർന്നു പോകുന്നവയാണ്. അതാണ് നോൺ റിന്യൂവബിൾ റിസോഴ്സുകൾ എന്ന് പറയുന്നത്. സെറ്റല്ലേ? എങ്കിൽ നമുക്ക് അടുത്ത് വരുന്നതാണ് അത് നോൺ റിന്യൂവബിൾ അല്ലേ. ദ എയർ വി ബ്രീത്ത് ആൻഡ് സൺലൈറ്റ് ആർ അവൈലബിൾ ഇൻ അൺലിമിറ്റഡ് ക്വാണ്ടിറ്റീസ്. അപ്പോൾ അത് റിന്യൂവബിൾ ആണ്. ബട്ട് ദർ ആർ റിസോഴ്സസ് ലൈക്ക് കോൾ, പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ്. ഇതെന്ത് പറ്റും? ഇത് നമുക്കിത് ഒരുപാട് കാലം ഒന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല അല്ലേ. അപ്പോൾ സോ നോൺ റിന്യൂവബിൾ റിസോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും? ദാറ്റ് ഹാവ് ബീൻ ഫോംഡ് ഓവർ മില്യൻസ് ഓഫ് ഇയേഴ്സ് ആൻഡ് ഹൂസ് റിസർവ് ഡിക്രീസസ് വിത്ത് യൂസ് അല്ലേ. അതിൻ്റെ അളവ് നമ്മൾ ഉപയോഗിക്കുന്നതനുസരിച്ച് കുറഞ്ഞുകൊണ്ടേ ഇരിക്കും. മിനറൽ, ഫോസിൽ ഫ്യൂലൊക്കെ ഇതിൻ്റെ ഉദാഹരണങ്ങളാണ്. നമുക്കിത് വീണ്ടും ഉൽപ്പാദിപ്പിക്കാമോ എന്ന് ചോദിച്ചാൽ പറ്റും, പക്ഷേ സമയമെടുക്കും. അപ്പോൾ അതാണ് എന്തെന്ന് പറയുന്നത്, നോൺ റിന്യൂവബിൾ. അടുത്ത് വരുന്നതാണ് ഓണർഷിപ്പ്. ഉടമസ്ഥതയെ അടിസ്ഥാനപ്പെടുത്തി നമുക്ക് റിസോഴ്സിനെ 4ആയി തിരിക്കാം. പേഴ്സണൽ റിസോഴ്സ്, കമ്മ്യൂണിറ്റി റിസോഴ്സ്, നാഷണൽ റിസോഴ്സ്, ഇൻ്റർനാഷണൽ റിസോഴ്സ്. വളരെ എളുപ്പമാണ്. ഒരു വ്യക്തിയുടെ കയ്യിലുള്ള റിസോഴ്സുകളാണ് നാച്ചുറൽ റിസോഴ്സ്. നിങ്ങളുടെ വീട്, നിങ്ങളുടെ കാറ്, നിങ്ങളുടെ ബാഗ്, നിങ്ങളുടെ ബുക്ക്, ഇതൊക്കെ നിങ്ങളുടെ സ്വന്തം അല്ലേ, അല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛനും അമ്മയുടെ സ്വന്തം അല്ലേ. അതാണ് എന്തെന്ന് പറയുന്നത്, പേഴ്സണൽ റിസോഴ്സ് എന്ന് പറയുന്നത്. ഓൺഡ് ബൈ ആൻ ഇൻഡിവിജ്വൽ, വീട്, വസ്തു, വണ്ടികൾ. എന്നാൽ നിങ്ങളുടെ അമ്പലം, പള്ളി, മോസ്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ പ്ലേ ഗ്രൗണ്ട്, നിങ്ങളുടെ സ്കൂള്, ഇതൊക്കെ നിങ്ങൾ ഒരാൾക്ക് മാത്രമുള്ളതാണോ? അല്ല. ഒരു കുടുംബക്കാർക്ക് മാത്രമുള്ളതാണോ? അല്ല. അതൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർക്ക് ഒരുമിച്ച് ഓണർഷിപ്പ് ഉള്ളതായിരിക്കും. അതായത് അക്സസിബിൾ ടു ഓൾ ദ മെമ്പേഴ്സ് ഓഫ് ദ സൊസൈറ്റി. ഉദാഹരണത്തിന് പബ്ലിക് പാർക്ക്, ഗ്രൗണ്ട്, സിമെട്രി, അതായത് ഈ പറയുന്ന സെമിത്തേരിയ, പാർക്ക്, ആരാധനാലയങ്ങൾ, ഇതൊക്കെ എന്താണ്, ആ ജനങ്ങൾക്ക് മൊത്തത്തിൽ അല്ലെ, ഒരാൾക്കല്ല ഒരു കൂട്ടം ജനങ്ങൾക്കുള്ളതാണ് കമ്മ്യൂണിറ്റി റിസോഴ്സ് എന്ന് പറയുന്നത്. എന്നാൽ ഒരു രാജ്യത്തിൻ്റെ കീഴിൽ വരുന്ന ഒരു കണക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജ്യത്തുള്ള എല്ലാം രാജ്യത്തിൻ്റെ റിസോഴ്സാണ്. എന്നാൽ അതിന് അധികാരം പ്രധാനമായിട്ടും എന്തായിരിക്കും, സർക്കാരുകൾക്കാണെങ്കിൽ അതാണ് നാഷണൽ റിസോഴ്സ് എന്ന് പറയുന്നത്. അതായത് ഓൺഡ് ബൈ ദ നേഷൻ. ആ രാജ്യത്തെ മിനറൽ ഡെപ്പോസിറ്റ്, വനങ്ങൾ, വൈൽഡ് ലൈഫ്, വാട്ടർ റിസോഴ്സസ്, അതുപോലെ അതിൻ്റെ ബോർഡറിനകത്ത് വരുന്ന എല്ലാ ലാൻഡും പ്ലസ് ആ പറയുന്ന ലാൻഡ് കഴിഞ്ഞിട്ട് 22.2 കിലോമീറ്റർ ദൂരത്തോളം വരുന്ന കടലിലുള്ള സാധനങ്ങളും ആ രാജ്യത്തിൻ്റെ സ്വന്തമായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ പറയും 12 നോട്ടിക്കൽ മൈൽ ദൂരം വരെ രാജ്യ അതിർത്തിക്ക് ശേഷമുള്ള കടലും ആ രാജ്യത്തിൻ്റെ സ്വന്തമായിരിക്കും. അതായത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൽ നിന്നും 22.2 കിലോമീറ്റർ, നമുക്കതിലെ കിലോമീറ്ററിലെ കുറച്ചുകൂടി വശമുള്ള അത്രയും ദൂരത്തിലുള്ള കടൽ സമ്പത്തും നമ്മുടെ സ്വന്തമാണ്. അവിടെയും മറ്റു രാജ്യത്തിന് വന്ന് കയറാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഈ പറയുന്ന കടൽ കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഭാഗമോ അല്ലേ, നമ്മുടെ വേൾഡ് മാപ്പ് എടുത്തു കഴിഞ്ഞാൽ കുറേ കടലുള്ളതല്ലേ, ആ കടലിൻ്റെ ഭാഗമൊക്കെ ആർക്കാ? അതാണ് ഇൻ്റർനാഷണൽ റിസോഴ്സുകൾ. എന്ന് വെച്ചാൽ അവിടെ ഇൻ്റർനാഷണൽ ഏജൻസികളായിരിക്കും അത് ഓൺ ചെയ്യുന്നത്. അല്ലെങ്കിൽ ആർക്കും വ്യക്തമായ ഓണർഷിപ്പ് അവിടെ ഇല്ല എന്ന് വേണം പറയാൻ. അതായത് നോക്കിയേ, ബിയോണ്ട് 200 നോട്ടിക്കൽ മൈൽ, 200 നോട്ടിക്കൽ മൈലിന് ശേഷമുള്ള ഭാഗമൊക്കെ നോ കൺട്രി ക്യാൻ യൂസ് ദം വിത്തൗട്ട് പെർമിഷൻ. ഒരു രാജ്യത്തിനും അത് ഉപയോഗിക്കാനായിട്ട് പറ്റത്തില്ല. ഇനി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിന് ഇപ്പം നമ്മുടെ യുണൈറ്റഡ് നേഷൻസിനെ പോലെയുള്ള
അല്ലെങ്കിൽ ഈ പറയുന്ന എന്താണ് നാറ്റോ പോലെയുള്ള എന്തെങ്കിലുമൊക്കെ ഒരു ഗവൺമെൻറ് അല്ലെങ്കിൽ രാജ്യങ്ങൾ ചേർന്ന സഖ്യങ്ങൾ അല്ലെങ്കിൽ ഓർഗനൈസേഷൻസ് ഉണ്ടാവുമല്ലോ, അവരുടെ അനുമതി വേണം. ഈ ഓർഗനൈസേഷനിൽ പല രാജ്യത്തുള്ള മെമ്പേഴ്സും കാണും. അതാണ് ഇൻ്റർനാഷണൽ റിസോഴ്സുകൾ എന്ന് പറയുന്നത്. അപ്പോൾ റിസോഴ്സുകൾ നമുക്ക് എത്രയായിട്ട് തിരിക്കാൻ പറ്റും? ബേസ്ഡ് ഓൺ ഓണർഷിപ്പ് 4 അല്ലേ? പേഴ്സണൽ, കമ്മ്യൂണിറ്റി, നാച്ചുറൽ, നാഷണൽ, ഇൻ്റർനാഷണൽ. പേഴ്സണൽ എന്ന് വെച്ചാൽ വ്യക്തിയുടെ കയ്യിലിരിക്കുന്നത്, കമ്മ്യൂണിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൊസൈറ്റിയിലുള്ള ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടെ കയ്യിലിരിക്കുന്നത്, നാഷണൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ രാജ്യത്തിൻ്റെ കയ്യിലിരിക്കുന്നത്, ഇൻ്റർനാഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ഓണർഷിപ്പ് ഇല്ല, ഇൻ്റർനാഷണൽ ഏജൻസികളുടെ കയ്യിലിരിക്കുന്നത്. പേഴ്സണലിനകത്ത് നമ്മൾ വീട്, വസ്തു, കാറ്, ബൈക്കൊക്കെ വരും. എന്നാൽ അമ്പലം, പള്ളി, പബ്ലിക് പാർക്ക്, സിമെട്രി അതുപോലെയുള്ള സാധനങ്ങളൊക്കെ കമ്മ്യൂണിറ്റിയിൽ വരും. എന്നാൽ ഒരു രാജ്യത്തിനകത്തുള്ള എല്ലാ മിനറൽ ഡെപ്പോസിറ്റുകൾ, വൈൽഡ് ലൈഫ്, വാട്ടർ റിസോഴ്സസ്, ലാൻഡ്, അതുപോലെ 12 നോട്ടിക്കൽ മൈലിനകത്ത് വരെയുള്ള കടലിലുള്ളതുമില്ല എന്താണ് രാജ്യത്തിൻ്റെതായിരിക്കും. എന്നാൽ 200 നോട്ടിക്കൽ മൈൽ അതിർത്തിക്ക് ശേഷം വരുന്ന ഭാഗങ്ങളൊക്കെ എന്തായിരിക്കും? ഒരു രാജ്യത്തിനും അവകാശമില്ല. അതിൻ്റെ അവകാശം എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ ഏജൻസികൾക്കായിരിക്കും. അതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇൻ്റർനാഷണൽ റിസോഴ്സുകൾ എന്ന് വിളിക്കുന്നത്. സെറ്റ് അല്ലേ? അപ്പോൾ റിസോഴ്സിനെ ഓണർഷിപ്പിനെ അടിസ്ഥാനപ്പെടുത്തി തിരിക്കാം. പേഴ്സണൽ, കമ്മ്യൂണിറ്റി, നാഷണൽ, ഇൻ്റർനാഷണൽ. പേഴ്സണലിനകത്ത് വ്യക്തി, കമ്മ്യൂണിറ്റിയിൽ സൊസൈറ്റി, നാഷണൽ ആണെങ്കിൽ രാജ്യം, ഇൻ്റർനാഷണൽ ആണെങ്കിൽ ഇൻ്റർനാഷണൽ ഏജൻസി. വീട്, കാറൊക്കെ വ്യക്തിക്ക്, പ്ലേ ഗ്രൗണ്ട്, പാർക്ക്, സിമെട്രി ഒക്കെ കമ്മ്യൂണിറ്റിക്ക്. എന്നാൽ ഒരു രാജ്യത്തുള്ള മിനറൽ, ഫോറസ്റ്റ്, വാട്ടർ, ലാൻഡ്, 12 നോട്ടിക്കൽ മൈലിനകത്ത് വരുന്ന കടൽ ഒക്കെ രാജ്യത്തിൻ്റെ സ്വന്തം. എന്നാൽ 200 നോട്ടിക്കൽ മൈലിനപ്പുറമുള്ള ഭാഗമാണ് ഇൻ്റർനാഷണൽ വരുന്നത്. അതിവിടെ ആർക്കും അവകാശം ഇല്ല എന്ന് നമുക്ക് എന്ത് ചെയ്യാം? മനസ്സിലാക്കാനായിട്ട് പറ്റും. നെക്സ്റ്റ് വരുന്നതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സംശയം വരുന്നൊരു ഭാഗം ഇതാണ്. അതായത് നോക്കി, നമ്മൾ പറഞ്ഞല്ലോ ഒരു വസ്തു റിസോഴ്സായിട്ട് മാറുന്ന എപ്പോഴാണ്? നമ്മളത് ഉപയോഗം കണ്ടെത്തുമ്പോഴാണ്. എന്നാൽ ടെക്നോളജിയുടെ ലിമിറ്റേഷൻ കാരണം, അല്ലെങ്കിൽ നമുക്ക് ഈ പറയുന്ന അപ്രോപ്രിയേറ്റ് ടെക്നോളജി ഇല്ലാത്തത് കാരണം പല വസ്തുക്കളും നമുക്ക് ഇന്ന് നിലവിൽ റിസോഴ്സായിട്ട് കണക്കാക്കാൻ പറ്റാത്ത വരും. അതായത് റിസോഴ്സായിട്ട് കണക്കാക്കാമോ എന്ന് ചോദിച്ചാൽ ആക്കാം, പക്ഷേ ഉപയോഗിച്ച് തുടങ്ങിയിട്ടില്ല. സോ ഇതാണ് നമ്മൾ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സ്റ്റേറ്റസ് ഓഫ് ഡെവലപ്മെൻറ്റ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതായത് സ്റ്റേറ്റ് ഓഫ് ഡെവലപ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ഈ റിസോഴ്സ് നമുക്ക് ഇപ്പോൾ നിലവിൽ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ലേ? അതോ ഇപ്പോൾ പറ്റത്തില്ല, ഭാവി പറ്റുമോ? അതോ നമ്മൾ ഭാവിയിലത്തേക്ക് ഉപയോഗിക്കാൻ വേണ്ടി മാറ്റി വെച്ചേക്കാണോ? ഇതൊക്കെയാണ് നമ്മൾ സ്റ്റേറ്റ് ഓഫ് ഡെവലപ്മെൻറ്റിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സ്റ്റേറ്റ് ഓഫ് ഡെവലപ്മെൻറ്റിന് അടിസ്ഥാനപ്പെടുത്തിയ റിസോഴ്സിന് പ്രധാനമായിട്ടും 2, കുറച്ചുകൂടി ടെക്നിക്കലായിട്ട് പറഞ്ഞാൽ 3 ആയിട്ട് തിരിക്കും. ഒന്ന്, പൊട്ടൻഷ്യൽ റിസോഴ്സ്. എന്താണ് പൊട്ടൻഷ്യൽ റിസോഴ്സ് എന്ന് വെച്ചാൽ? എടാ, നിങ്ങൾക്കിത് നന്നായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങളെല്ലാവരുടെയും അല്ലെ പാരൻസ് മീറ്റിങ്ങിനൊക്കെ പോകുമ്പോൾ ടീച്ചേഴ്സ് പറയുന്ന സ്ഥിരം ഡയലോഗാണ്, നല്ല കഴിവുള്ള പയ്യനാണ് പക്ഷേ അവ ഉപയോഗിക്കുന്നില്ല അല്ലേ? നിങ്ങളെപ്പറ്റി ഉറപ്പായിട്ട് ഒരു ടീച്ചറെങ്കിലും ഇത് പറഞ്ഞിട്ടുണ്ടാവും അല്ലേ? അതെന്താ അതിൻ്റെ അർത്ഥം? കഴിവുണ്ട് അല്ലേ, നിങ്ങളെ കൊണ്ട് പറ്റും, പക്ഷെ നിങ്ങളിപ്പോൾ എന്ത് ചെയ്യുന്നില്ല, അത് ചെയ്യുന്നില്ല. അതുപോലെ ചില റിസോഴ്സുകൾ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്, നമുക്ക് ഉപയോഗിക്കാൻ അറിയാമെന്ന് ചോദിച്ചാൽ അറിയാം, പക്ഷെ ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ടോ? ഇല്ല. കുറച്ച് കഴിയുമ്പോൾ ഉപയോഗിക്കുമായിരിക്കും. ഉദാഹരണം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ രാജസ്ഥാൻ, ഗുജറാത്ത് പോലുള്ള സ്ഥലങ്ങളിൽ നമുക്ക് എന്താണ് അല്ലെ, നല്ല നിരന്ന് കിടക്കുന്ന സ്ഥലങ്ങളാണ് അല്ലെ, കാറ്റും അതുപോലെ തന്നെ സോളാർ എനർജിയുടെ ആവശ്യം പോലെ ഉണ്ട്. നമുക്കത് ആവശ്യം പോലെ ഉപയോഗിക്കാനും പറ്റും. പക്ഷേ നമ്മൾ ഇപ്പോൾ എന്ത് ചെയ്യുന്നില്ല, അത്രത്തോളം ഉപയോഗിക്കുന്നില്ല. നമ്മൾ പിന്നത്തേക്ക് മാറ്റി വെച്ചേക്കുന്നതോ അല്ലെങ്കിൽ നമ്മൾ ടെക്നോളജി കുറവ് കൊണ്ട് നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കാത്തതോ ആണ്. അപ്പോൾ ഇത്തരം റിസോഴ്സുകളാണ് എന്ത്? പൊട്ടൻഷ്യൽ റിസോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ റിസോഴ്സസ് ഫൗണ്ട് ഇൻ എ റീജിയൻ ബട്ട് ആർ നോട്ട് യെറ്റ് ഫുള്ളി യൂട്ടിലൈസ്ഡ്. ഫുള്ളായിട്ട് നമ്മൾ യൂട്ടിലൈസ് ചെയ്തിട്ടില്ല, പക്ഷേ നമ്മൾ ചെയ്യും. അപ്പോൾ എന്താണ്? ഭാവി ഉണ്ട്, പൊട്ടൻഷ്യൽ ഉണ്ട്. അതാണ് എന്തെന്ന് പറയുന്നത്? പൊട്ടൻഷ്യൽ റിസോഴ്സ് എന്ന് പറയും. എന്നാൽ നമ്മളിന്ന് ഉപയോഗിക്കുന്ന നമുക്കറിയാവുന്ന റിസോഴ്സുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡെവലപ്ഡ് റിസോഴ്സ് എന്ന് പറയുന്നത്. അതായത് അതിൻ്റെ ക്വാണ്ടിറ്റി, അതിൻ്റെ ക്വാളിറ്റി എല്ലാം നമ്മൾ സർവേ ചെയ്ത് അസസ് ചെയ്ത് നമ്മളെല്ലാം ആവശ്യമുള്ള ടെക്നോളജിയൊക്കെ ഉപയോഗിച്ച് നമ്മളത് ഫുള്ളായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്, എഫിഷ്യൻ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് ഡെവലപ്ഡ് റിസോഴ്സ് എന്ന് പറയുന്നത്. ഉദാഹരണം നമുക്ക് പെട്രോളിയം വേണമെങ്കിൽ പറയാം അല്ലെ. പെട്രോളിയം നമുക്കിത് വ്യക്തമായിട്ട് അറിയാം, എവിടെ എത്ര ഉണ്ട്, എത്ര കാലത്തേക്കുണ്ട്, അത് റിസോഴ്സ് യൂട്ടിലൈസ് ചെയ്യാനൊക്കെ നമുക്ക് വ്യക്തമായിട്ടറിയാം. അതാണ് ഡെവലപ്ഡ് റിസോഴ്സ്. എന്നാൽ ഇത് രണ്ടിലും പെടാതെ വരുന്ന മറ്റൊരു സാധനമാണ് എന്തെന്ന് പറയുന്നത്? സ്റ്റോക്ക് എന്ന് പറയുന്നു. സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ആവശ്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യാനുള്ള കഴിവൊക്കെ ഉണ്ട്, പക്ഷെ നമ്മളിൽ ഇപ്പോൾ എന്തില്ല, അപ്രോപ്രിയേറ്റ് ആയ ടെക്നോളജി കയ്യിൽ വന്നിട്ടില്ല. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സ്റ്റോക്ക് എന്ന് വിളിക്കുന്നത്. എന്ന് വെച്ചാൽ ഹൈഡ്രോജൻ എനർജി, ഹൈഡ്രോജൻ ഫ്യൂവൽ സെൽ എന്നൊക്കെ പറയുന്നത് പൊല്യൂഷൻ ഉണ്ടാക്കാത്ത നല്ല രീതിയിൽ എനർജി തരുന്ന ഒന്നാണ്. പക്ഷെ നമ്മുടെ കയ്യിൽ ഇന്ന് അതിനുള്ള ടെക്നോളജി ഇല്ല, അത് നമുക്ക് എന്ത് ചെയ്യാനായിട്ട്, വ്യക്തമായിട്ട് യൂട്ടിലൈസ് ചെയ്യാനായിട്ട്. ഭാവിയിൽ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുമായിരിക്കും. അതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സ്റ്റോക്ക്. അപ്പോൾ സ്റ്റോക്കും പൊട്ടൻഷ്യലും തമ്മിലുള്ള വ്യത്യാസം എന്താ? പൊട്ടൻഷ്യൽ ഉപയോഗിക്കാൻ നമുക്ക് അറിയാം,
ടെക്നോളജി ഉണ്ട്, നമ്മൾ ഉപയോഗിച്ച് തുടങ്ങിയില്ലെന്നേ ഉള്ളൂ. സ്റ്റോക്ക് ഉപയോഗം ഉള്ളതാണെന്നേ അറിയാവുള്ളൂ. അതിനെ എഫക്റ്റീവായി യൂട്ടിലൈസ് ചെയ്യാനുള്ള ടെക്നോളജി നമ്മളിപ്പോൾ നിലവിൽ കണ്ടെത്തിയിട്ടില്ല. ഇപ്പോൾ ഹൈഡ്രജൻ സെല്ലുമായിട്ടുള്ള പരീക്ഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഭാവിയിൽ കുറച്ചു കാലം കഴിയുമ്പോൾ അത് മാറാം, പക്ഷേ ഇപ്പോൾ നിലവിലില്ല. അതാണ് സ്റ്റോക്ക്. പൊട്ടൻഷ്യൽ സ്റ്റോക്ക് നമ്മൾ വ്യത്യാസം മനസ്സിലായല്ലോ. പൊട്ടൻഷ്യൽ നമുക്ക് ഉപയോഗിക്കാൻ അറിയാം, പക്ഷെ നമ്മൾ ഉപയോഗിച്ച് തുടങ്ങിയിട്ടില്ലെന്നേ ഉള്ളൂ. സ്റ്റോക്ക് നമുക്ക് ഉപയോഗം ഉണ്ടെന്നേ അറിയാവൂ, ഉപയോഗിക്കാനുള്ള ടെക്നോളജി നമ്മുടെ കയ്യിൽ ഇല്ല. ഇതാണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം. മാറിപ്പോകരുത്, കൺഫ്യൂഷൻ വരും പഠിക്കുമ്പോൾ. അതാണ് പറഞ്ഞത്. അപ്പോൾ സ്റ്റേറ്റ് ഓഫ് ഡെവലപ്മെൻറ്റ് വെച്ചിട്ട് റിസോഴ്സുകളെ മൂന്നായിട്ട് തിരിക്കാം: പൊട്ടൻഷ്യൽ, ഡെവലപ്ഡ്, സ്റ്റോക്ക്. അപ്പോൾ ഇതിൻ്റെ കാര്യം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെക്നോളജി എന്ന് പറയുന്ന ഒരു ഫാക്ടർ അല്ലെ, നമ്മൾ ടെക്നോളജിക്കലി ഫീസിബിൾ ആയിരിക്കണമെന്ന് ആദ്യം പഠിപ്പിച്ചതിൻ്റെ ഗുഡൻസ് ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ ടെക്നോളജി ഇല്ലെങ്കിൽ നമുക്ക് ആ റിസോഴ്സിനെ ഇപ്പോൾ ഉപയോഗിക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ടെക്നോളജി ഉണ്ടോ ഇല്ലേ, അതാണ് ആ സ്റ്റേറ്റ് ഓഫ് ഡെവലപ്മെൻറ്റ് എന്ന വാക്കുകൊണ്ട് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. സോ നമ്മുടെ കയ്യിൽ റിസോഴ്സ് ഉണ്ട്, അത് റീജിയണിലുണ്ട്, പക്ഷെ നമ്മളത് ഫുള്ളായിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ടില്ലെങ്കിൽ അത് പൊട്ടൻഷ്യൽ. എന്നാൽ ഒരു സ്ഥലത്ത് റിസോഴ്സ് ഉണ്ട്, പക്ഷെ നമ്മുടെ കയ്യിൽ അപ്രോപ്രിയേറ്റ് ടെക്നോളജിയേ ഇല്ലെങ്കിൽ അത് സ്റ്റോക്ക്. ഇനി റിസോഴ്സ് ഉണ്ടെന്നും അറിയാം, നമ്മളിൽ ടെക്നോളജി ഉണ്ട്, നമ്മളത് യൂസും ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് ഡെവലപ്ഡ് റിസോഴ്സ് എന്ന് പറയുന്നത്. സെറ്റാണല്ലോ, പിടികിട്ടി കാണുമല്ലോ. അപ്പോൾ ഇതാണ് നമ്മൾ അവിടെ ആദ്യം പഠിക്കുന്ന കാര്യം എന്ന് പറയുന്നത്. ഇനി നമ്മൾ നാച്ചുറൽ റിസോഴ്സുകളെ പറ്റി വിശദമായിട്ട് പഠിക്കുകയാണ്. അതിൽ ആദ്യം മിനറലുകളെ പറ്റി നമ്മൾ അടുത്ത ക്ലാസ്സിൽ വിശദമായിട്ട് പഠിക്കും. അത് കഴിഞ്ഞിട്ട് എനർജി മിനറൽസിനെ പറ്റിയിട്ട് പിന്നീട് പഠിക്കും. അങ്ങനെയാണ് ഈ ഒരു ചാപ്റ്റർ മുന്നോട്ട് പോകുന്നത്. സോ നല്ല രസമുള്ള ചാപ്റ്ററാണ്. മുന്നത്തെ ചാപ്റ്റർ പോലെയല്ല, കുറച്ചുകൂടി പഠിക്കാൻ രസമുള്ളൊരു ചാപ്റ്ററാണിത്. സോ അതുകൊണ്ട് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ കൂടെയാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ ബാക്കി ഭാഗം നോക്കാം. സോ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട. നോട്ടും നമുക്ക് തൽക്കാലം സ്ക്രീൻഷോട്ട് എടുക്കുക. കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് നമ്മൾ PDF അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം.